അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് മെനോപോസൊക്കെ ആയി വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളാണ്. അപ്പോൾ ആ സമയങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യത്തിനും ശരീരപുഷ്ടിക്കും സൗന്ദര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള 3-4 തരം ജ്യൂസാണ് ഞാനിവിടെ കാണിക്കുന്നത്. വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ജ്യൂസുകൾ കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിനും ആരോഗ്യത്തിനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒക്കെ ഈ ജ്യൂസുകൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യമായി ഞാൻ ചെയ്യുന്നത് പേരയ്ക്ക കൊണ്ടുള്ളൊരു ജ്യൂസാണ്. ഒരു പേരയ്ക്ക ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണമെന്നല്ലേ. അപ്പം ഈ പേരയ്ക്ക കൊണ്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ കാണിക്കുന്നത്. ഒരു പേരയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് മാതളം അല്ലി എടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ടിൻ്റെ പാതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പാതി, കുറച്ച് മല്ലിയില, ഒരല്പം ഇഞ്ചി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഒരു നുള്ളുപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരല്പം ഉപ്പ് ചേർത്ത് ഈ ജ്യൂസ് ഒന്ന് കൂടി, കാരണം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ഒരു ജ്യൂസാണ് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും കാൽസ്യം, അയൺ, പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ജ്യൂസാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് കുടിച്ചാലും മതിയാവുന്നതാണ്. ഇനി ഇതിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഒരല്പം ഷിയാ സീഡോ ഫ്ലാക്സ് സീഡോ ഒക്കെ കുതിർത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. അങ്ങനെ വളരെ അധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത്. ആഴ്ചയിൽ 1-2 തവണ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്ത് കിട്ടുന്നതാണ്. എന്നും കുടിക്കേണ്ട ആവശ്യവുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രീൻ ജ്യൂസാണ്. അതിനായി എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ആപ്പിളാണ്. ആപ്പിളിനൊപ്പം തന്നെ ഒരു കുക്കുംബറും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് ചിലരുടെ ജാറുകളിൽ എത്ര നമ്മൾ അടിച്ചെടുത്താലും ഈ കഷ്ണങ്ങളായിട്ട് കിടക്കും. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കാത്ത ജ്യൂസുകളായതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുകയോ ചോപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സിയിൽ അരച്ച് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു അല്പം ഇഞ്ചിയും ഒരല്പം മല്ലിയില 2-3 കറിവേപ്പില ഒക്കെ ചേർക്കുന്നുണ്ട്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കറിവേപ്പില ചേർത്ത് ജ്യൂസ് അടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ ചേർക്കുന്നത് ഒരു 2-3 കോവയ്ക്കയാണ്. കോവയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന ഒരു കഷ്ണം അലുവേരയുടെ ജെല്ലാണ്. അപ്പോൾ ഇതൊക്കെ മുറ്റത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നെല്ലാം എടുത്ത് ചേർക്കുന്നത്. ഇനി അത് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ജ്യൂസിലെല്ലാം ഉപ്പ് ചേർത്ത് കാണിക്കുന്നുണ്ട്. ഹൈ പ്രഷർ ഉള്ളവർക്ക് ഈ ഉപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് നമ്മൾ ഈ വെജിറ്റബിളിൻ്റെയൊക്കെ ജ്യൂസ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറുപ്പം നിലനിർത്താനും ആരോഗ്യപരമായിട്ടിരിക്കാനും ഗ്രീൻ ആപ്പിളിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. കൂടെ കുറച്ച് മാതളത്തിൻ്റെ അല്ലിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാതളം ഡെയിലി ഒരു 10 അല്ലിയെങ്കിലും കഴിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്താൻ നല്ലതാണ്. ഇനി ഞാനിവിടെ കാണിക്കുന്നത് ABC ജ്യൂസാണ്. ABC ജ്യൂസ് എല്ലാവരും കാണിക്കുന്ന പോലെ അല്ല ഞാനിത് കാണിക്കുന്നത്. ഇതിൽ ഞാൻ വേറെ പലതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കാം. അതിനായി നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ചുമന്ന ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ടിൻ്റെ പാതി, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടൊമാറ്റോ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തും ചോപ്പ് ചെയ്തുമൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിളും നാരങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് മാത്രം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ജ്യൂസിലൊന്നും നാരങ്ങ ചേർത്തിട്ടില്ല. നാരങ്ങ അസിഡിറ്റി കുഴപ്പമില്ലാത്തവർക്ക് നാരങ്ങ ചേർക്കാവുന്നതാണ്. നാരങ്ങ നീര് 2 തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ്.
ഞാൻ ഉണ്ടാക്കിയ ഏത് ജ്യൂസിലും വേണമെങ്കിലും നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നില്ല. അസിഡിറ്റി പ്രശ്നം ഉള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതുമാണ്. അല്ലാതെ തന്നെ നമുക്ക് ഈ ജ്യൂസുകളൊന്നും കുടിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഒരല്പം ഒരു ഉപ്പിൻ്റെ ഒരു അംശവും കൂടെ ചേർത്ത് ഒരു ചെറിയ ഒരു നുള്ളുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ജ്യൂസ് നല്ല ടേസ്റ്റാണ്, കുടിക്കാൻ യാതൊരു പ്രയാസവും കാണത്തില്ല. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് അലുവേരയുടെ ജെല്ലാണ്. അലുവേരയൊക്കെ നമ്മുടെ മുറ്റത്തുള്ളത് കൊണ്ടാണ് ചേർക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചേർത്താൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ഔഷധക്കൂട്ടാണ് ഈ അലുവേരയുടെ ജെല്ല് എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. അപ്പം കരളിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ കരളിലെ വിഷാംശമൊക്കെ തള്ളിക്കളയാൻ അലുവേര ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ജ്യൂസിൻ്റെ അതേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഡൈല്യൂട്ട് എടുത്ത ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിതിനകത്ത് അപ്പോൾ ഇതിലും വേണമെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിതിൽ നാരങ്ങാനീര് ചേർക്കുന്നില്ല, ഒരല്പം ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഉപ്പും വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ പ്രഷറൊക്കെ ഉള്ളവർക്ക് ഉപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു നുള്ളുപ്പ് ചേർത്താൽ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല വ്യത്യാസം കാണും. കുടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകത്തില്ല. ചിലർക്കൊക്കെ ഈ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പ്രയാസമാണ് ഈ ജ്യൂസ് കുടിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പ് ചേർത്ത് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് കുടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് ഈ ജ്യൂസുകൾ കാണിക്കുന്നത്. കാരണം ബീട്രൂട്ടിൻ്റെ ഒരു കുത്തൽ അങ്ങ് മാറിക്കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം ചിയാ സീഡ് കൊണ്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഒരല്പം വെള്ളത്തിൽ കുതിർത്തെടുത്ത ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ഇത് ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി, ഇല്ലാത്തുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി രീതിയിൽ അടിച്ചെടുത്ത് കുടിക്കാവുന്നതാണ്. ഇനി നമ്മുടെ മുറ്റത്ത് പൊഴിഞ്ഞ് വീണ് കിടക്കുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണ് ഞാൻ കാണിക്കുന്നത്. ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടാവുന്നതാണ്. അതായത് നാട്ടിലുള്ള ഒരുപാട് വീടുകളിൽ ഇപ്പം വാങ്ങിക്കാനൊക്കെ ധാരാളം കിട്ടുന്നതാണ് ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഞാൻ കാണിക്കുന്നത്. ഷുഗറൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ഷുഗറിൻ്റെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ജ്യൂസാണ് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അത് നമ്മൾ ഒട്ടും തന്നെ മിസ്സാക്കി കളയരുത്. നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇലയായാലും അതിൻ്റെ ഫ്രൂട്ടായാലും ഏറ്റവും നല്ലതാണ് ഷുഗർ പേഷ്യൻറ്റിന്. അപ്പം ഞാനിതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അല്ല ഷുഗറൊക്കെ ഉള്ളവർ കഴിക്കുകയാണെങ്കിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഇതിപ്പം ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ എല്ലാത്തിൻ്റെയും പൾപ്പെടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് തണുത്ത വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരല്പം നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളമാണ്. അങ്ങനെ വളരെയധികം ഹെൽത്തിയും സ്വാദിഷ്ടമായതുമായ പലതരം ജ്യൂസുകളാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം വളരെയധികം ഹെൽത്തിയുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ. നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്താണ്. അതിനു വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.